ഈ ലൂസിഫറിന്റെ ഷോ ടിക്കറ്റ് കിട്ടാത്തവരില് കയറി കാണുന്നത് നല്ല പടം. മറ്റേ കൈതിയില്ലേ, അതുപോലെ രാത്രി നടക്കുന്ന സംഭവമാണ്. ലൈക്ക് യൂഷ്വലി വിക്രം നല്ല ഹാർഡ് വർക്ക് ചെയ്യും എല്ലാ പടത്തിനും വേണ്ടിയിട്ടും. പക്ഷേ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ പടം കുറച്ച് മോശമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. നമ്മൾ മണിച്ചേട്ടനായിരുന്നെങ്കിൽ ഇതിനെങ്ങാണ്ടി ഗംഭീരമായിട്ട് കയറിയത്. പക്ഷേ നഷ്ടപ്പെട്ടു പോയാലും ഭയങ്കര വിഷമമാണ്. എന്നാലും ഇപ്പോഴും ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സിനിമ ഉള്ള വിക്രമി ഒരു കിടിലൻ സിനിമ. ത്രില്ലറാണ്, ഒരു ദിവസം നടക്കുന്ന ആക്ഷനാണ്. ഒരു ദിവസം ഉണ്ട്, പിന്നെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. കിടിലം പടം. മറ്റേ കൈതിയില്ലേ, അതുപോലെ രാത്രി നടക്കുന്ന സംഭവമാണ്. മറ്റേ സൂപ്പർ പടം. ഒരു നൈറ്റ് ആണ്. ഇത് സെക്കൻഡ് പോകണം, ആദ്യത്തെ പോയിന്റ് വരുള്ളൂ. പക്ഷെ പടം നല്ല പടം, ഒരു സെക്കൻഡ് പോലും പോറില്ല. രാജിന്റെ അടിപ്പ് കിട്ടുന്ന അടിപ്പ് കൊല്ല. എല്ലാവരുടെയും കഥാപാത്രം കൊല്ല, ഒരു സെക്കൻഡ് പോലും പോറില്ല. നല്ല പടമാണ്, നല്ല പടം. ആക്ഷൻസ് ഒക്കെ ഉള്ള കഥ നല്ല സ്പീഡുണ്ട് പടത്തിന്. മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പോയിട്ട് ആദ്യ പടമായിട്ട് കുറച്ച് തമിഴൊക്കെ വഴങ്ങാനുണ്ട്, എന്നാലും കൊള്ളാം. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പടത്തിന്റെ മൊത്തത്തിൽ ആക്ഷൻ നല്ല രസമുണ്ട്. വിക്രം ആസ് യൂഷ്വൽ നല്ല പടം. നല്ല സിനിമ, വിക്രമിന്റെ സൂപ്പർ സിനിമ. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്, നല്ല സൂപ്പർ. ബെസ്റ്റ് ആക്ഷൻ. അതെ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് 16 മിനിറ്റിലാണ് ആദ്യത്തെ ഒറ്റ ഷോട്ടായിട്ടുള്ള സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു, ഭയങ്കര ഒരു ചാൻസ് ഇല്ലാത്ത പടം. ഭയങ്കര സഡൻ ആക്ഷൻ. വിക്രമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് വിചാരിക്കാത്തുള്ള ആക്ഷനാണ്. സഡൻ, പെട്ടെന്ന്. നെക്സ്റ്റ് എന്താ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ആ രീതിയിലാണ്. അതെ, വിഷയം അടിപൊളി പടമാണ്. കാരണം നമ്മുടെ പഴയ വിക്രമിനെ തിരിച്ച് കിട്ടിയ ഒരു ഫീലാണ് കിട്ടിയത്. അത് പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ഫിലിം തന്നെയാണ് പറയാറുള്ളത്. ലൈക്ക് യൂഷ്വലി വിക്രം നല്ല ഹാർഡ് വർക്ക് ചെയ്യും എല്ലാ പടത്തിനും വേണ്ടിയിട്ടും. പക്ഷേ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ പടം കുറച്ച് മോശമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. സ്ക്രിപ്റ്റൊക്കെ വിഷയം സ്ക്രിപ്റ്റാണ്. പിന്നെ ഇതിപ്പം സുരാജേട്ടനാണെങ്കിലും ആരാണെങ്കിലും, എസ് ജെ സൂര്യയൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജേട്ടനാണെങ്കിലും പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം ആസ് യൂഷ്വൽ എല്ലാ ഇതിലും ഉള്ളതുപോലെ. മനസ്സിലായില്ല. കോംബോ അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു തന്നെയാണ് വന്നത്. അതായത് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരാളെ ഇങ്ങനെ പൊക്കി പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മ്യൂസിക് വർക്കാണെങ്കിലും നല്ല മ്യൂസിക്കായിരുന്നു. ജി വി പ്രകാശ് നല്ല വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം നല്ല ഹിറ്റാവും എന്നുള്ളതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മൾ പണ്ടൊക്കെ ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടാണെങ്കിലും കണ്ടുവരുന്ന ഒരു ഒരു കൊമേഡിയൻ റോൾ ചെയ്തതെന്ന് സുരാജ്. ആ സുരാജേട്ടനല്ല ഇവിടെ ഉള്ളത്. പുള്ളിക്കാരൻ്റെ റോളൊക്കെ നല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. ആ രീതി തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. എസ് ജെ സൂര്യയും സുരാജ് ചേട്ടനുമൊക്കെ സൂപ്പറായിരുന്നു. അതെ, കൊള്ളാം, അടിപൊളിയായിരുന്നു, തകർത്തു. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തു. സെറ്റായിരുന്നു, മാസമായിരുന്നു. വിക്രമിനെ ഒരു തിരിച്ചു കിട്ടിയ പോലെ. മസ്റ്റ് വാച്ച് പടം തന്നെ. നല്ലൊരു മാസമായാലും ക്ലാസ് ആയാലും കൂടി ഫുൾ ടൈം എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. വൺ നൈറ്റ് നടക്കുന്ന കഥയാണ്. ഫുള്ള് നമ്മളെ കൈതി മൂവി പോലെയാണ്. ഒറ്റ നൈറ്റിലുള്ള കഥ തന്നെ ഫുള്ളായിട്ട് നല്ല ത്രില്ലിംഗ് ആണ്. എൻഗേജിങ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അഭിനയ കുലപതിയല്ലേ, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ നല്ല നടി കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ മണിച്ചേട്ടൻ്റെ അതേ രീതി തന്നെയാണ്. ഉള്ള അടിപൊളി സിനിമ. എന്താ കേട്ടില്ല? സുരാജിൻ്റെ സെറ്റായിരുന്നു, അടിപൊളിയാണ്. സുരാജ് അടിപൊളി അഭിനയമായിരുന്നു. പക്ഷേ നമ്മൾ മണിച്ചേട്ടനായിരുന്നെങ്കിൽ ഇതിനെങ്ങാണ്ടി ഗംഭീരമായിട്ട് കയറിയത്. പക്ഷേ നഷ്ടപ്പെട്ടു പോയാലും ഭയങ്കര വിഷമമാണ്. എന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ. അതുകൊണ്ട് സുരാജേട്ടനൊക്കെ അതേ കണ്ട് തന്നെയാണ് വന്നത്. എന്നാലും സുരാജേട്ടൻ ഇപ്പോൾ അഭിനയത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ മലയാളത്തിൽ അതുപോലെ തന്നെ തമിഴിലും അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. കാര്യം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും നല്ല മൂവിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഫൈറ്റൊന്നും പറയണ്ട. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈപ്പേറിയ ഫൈറ്റല്ല,
നായകൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും, ഇടി അങ്ങോട്ട് ഒറിജിനലാണ്. കാര്യം നായകന് 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നായകൻ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഫൈറ്റിങ് കാര്യം അതാണ് വിക്രം എന്ന് പറയുന്നത്. എൻഗേജിങ് ആയിരുന്നു, നല്ല ത്രില്ലിങ്. തമിഴിലിങ്ങനെ പടം പറഞ്ഞ റെയറാണ്, നല്ല എൻഗേജിങ് ആയിരുന്നു. എല്ലാവരും നല്ല പോലെ. ഇപ്പോൾ ഈ ലൂസിഫറിൻ്റെ ഷോ ടിക്കറ്റ് കിട്ടാത്തവരില്ല കയറി കാണുന്നത് നല്ല പടം കാണാൻ കൊള്ളാം. പിന്നെ എൻഗേജിങ് ആണ്, 3 മണിക്കൂറോളം ഉണ്ട് പടം. അപ്പോൾ അത് എൻഗേജിങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ല മൂവിയായിരുന്നു. ഡയറക്ടർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല റൈറ്റിംഗ് ആണ് പടം. പിന്നെ വിക്രമിൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും പടം ഫുള്ളായിട്ട്. പിന്നെ ഈ ലവ് പോർഷൻസ് അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിലും ഡയറക്ടർ നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്.